നിങ്ങൾക്കിതിനകത്ത് ഉപ്പൊഴികെ എന്ത് വേണമെങ്കിലും ആയിട്ട് ആവി പിടിക്കാം. അതെങ്ങനെയാണെന്നല്ലേ കാണിച്ചു തരാം. ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വിക്സ് അതുപോലെ കൂടാലി തൈലം എല്ലാം ഈ ആവി പിടിക്കുന്ന മെഷീനിൽ നിങ്ങൾക്ക് ആവി പിടിക്കാൻ സാധിക്കുമോ? എന്നാൽ അതിൻ്റെ ഉത്തരം പിടിക്കാൻ പറ്റുമെന്നാണ്. അതെങ്ങനെയാണെന്നല്ലേ, അതാണ് നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. നമസ്കാരം. നമ്മുടെ ട്രൂ ഇൻഫോ കെയിലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാർദവമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ ആവി പിടിക്കുന്ന മെഷീനിൽ ഇത് കണ്ടില്ലേ, ഇതിനകത്ത് എന്തിട്ടാലും ഷോർട്ടാവും, അപ്പോൾ ഓഫായി പോകും. ഉപ്പ് ഒഴികെ ബാക്കി എന്ത് വേണമെങ്കിലും ഇതിനകത്തിട്ട് നമുക്ക് ആവി പിടിക്കാം. ഉപ്പ് പറ്റത്തില്ല. അല്ലാതെ ഇതിനകത്തിട്ടല്ല, അല്ലാത്തൊരു രീതിയിലാണ് നമ്മളിത് ആവി പിടിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്ക് അറിഞ്ഞുകൂടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നവരായിരിക്കാം. അങ്ങനെയുള്ളൊരു വീഡിയോ സ്കിപ്പ് ചെയ്ത് വയ്ക്കുള്ളൂ. അറിയാത്തവർക്ക് വേണ്ടിയാണ്. കാരണം ആവി പിടിക്കുന്നത് ചിലർക്ക് വളരെ അത്യാവശ്യമാണ്. എന്നാൽ ഈ മെഷീനിൽ നിന്നുള്ള വെല്ലുവിളിയാണ് അതിൻ്റെ തടസ്സം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഉള്ളിലെ വെള്ളത്തിൽ നമ്മൾ എന്തൊഴിച്ചാലും ഷോർട്ടാവും. മിക്സിട്ടോ നമ്മുടെ ആക്സോയിലിട്ടോ എന്തിട്ടെന്ന് പറഞ്ഞാലും ഷോർട്ടാവും. ഉപ്പിട്ടാലും ഷോർട്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിനാണ് നമ്മളിപ്പോൾ ഇവിടെ നിങ്ങളെ ഒരു വഴി കാണിച്ചു തരാൻ പോകുന്നത്. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞുകൊണ്ട്, ഇത് ഒത്തിരി പേർക്ക് ഉപകാരപ്പെടേണ്ട ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് മാക്സിമം ഷെയർ ചെയ്യുക. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ രണ്ട് കാരണങ്ങളെന്ന് വെച്ചാൽ, ഇതിൻ്റെ വേറൊരു മോഡൽ മെഷീൻ മാർക്കറ്റിലുണ്ട്, പക്ഷേ നമുക്ക് അവൈലബിൾ അല്ല. ഇൻ്റർനാഷണലി അവൈലബിൾ ആണ്, പക്ഷേ നമുക്ക് ഇന്ത്യയിൽ അത് അവൈലബിൾ അല്ല. ഉണ്ടായാൽ തന്നെ അതിന് ഭയങ്കര വിലയുമാണ്. അപ്പോൾ നമുക്ക് നാട്ടിൽ ഏറ്റവും ചിലവ് കുറച്ച് കിട്ടുന്ന മെഷീൻ ഇതാണ്. 200 രൂപയേറ്റമാണ് ഇതിൻ്റെ വില വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഇതിൽ ആവി പിടിക്കാനാകുമെന്നല്ലേ. ഇതിൽ ആവി പിടിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് വെച്ചാൽ, ഇതിലേക്കൂടെ നമ്മുടെ സ്റ്റീം എന്ന് പറയുന്നത് ശക്തിയായിട്ട് ഊതുകയാണ്. അത് നമ്മുടെ മുഖത്തേക്ക് അടിച്ചാൽ നമുക്ക് പൊള്ളലേക്കും. അപ്പോൾ എങ്ങനെ ഇതിൻ്റെ തീവ്രത കുറയ്ക്കാം, എങ്ങനെ ഇതിൽ ആവി പിടിക്കാം? ഇതുപോലെ ഒരു തോർത്തെടുത്ത് നന്നായിട്ട് മടക്കുക. ഇത് കണ്ടോ, ഇതിപ്പോൾ എത്രയായിട്ട് മടക്കിയിട്ടുണ്ടെന്നാവും. വലിയൊരു തോർത്തെടുത്തതിന് ശേഷം ഇതുപോലെ മടക്കി ഇതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ വിരിക്കുക. കണ്ടോ? എന്നിട്ട് നിങ്ങൾക്ക് ആവി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ തോർത്തിൻ്റെ മടക്ക് ഒന്നുകൂടെ നിവർത്തതിന് ശേഷം ഇങ്ങനെ വിരിച്ചതിന് ശേഷം ഇങ്ങനെ മടക്കുക. ഇതേ രീതിയിൽ വീതിക്ക് മടക്കുക. ഈ വീതിക്ക് മടക്കിയ ശേഷം അത് ഇതിൻ്റെ പുറത്തേക്ക് വിരിക്കുക. അപ്പോൾ ഈ ആവി ഇവിടെ ഇങ്ങനെ പതിയെ വന്നു തുടങ്ങേ. ഇതിൻ്റെ മൗത്തിൽ ആവി വന്നു തുടങ്ങും. ആവി ഇപ്പോൾ അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്കൂടെ പതിയെ പുറത്ത് വരാൻ തുടങ്ങും. അപ്പം നമുക്ക് ഇവിടെ ഒരു ചെറിയ നനവ് പോലെ ഫീൽ ചെയ്യും, ചൂടും ഒക്കെ ഫീൽ ചെയ്യും. അന്നേരം നമ്മുടെ ഈ ലിക്വിഡ് ഉണ്ടല്ലോ, ഇവിടേക്ക് ഇങ്ങനെ ഇറ്റിച്ച് കൊടുക്കുക. അപ്പം ഇത് കലർന്ന സ്മെല്ലായിരിക്കും പുറത്തേക്ക് വരിക. അപ്പം നമുക്ക് ആക്സോയിലിൻ്റെ സ്മെല്ല് കൊണ്ട് നമുക്ക് ആവി പിടിക്കാനായിട്ട് സാധിക്കും. വിക്സ് കൊണ്ട് ആവി പിടിക്കാനായിട്ട് സാധിക്കും. അതല്ല, ഇതിന് ഓൾട്ടർനേറ്റായിട്ട് നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഇവിടെ ഒഴിച്ചിട്ട് നിങ്ങൾക്ക് ആവി പിടിക്കാം. ഉപ്പ് തുണിയിലിടുന്നത് ഒരിക്കലും നല്ലതല്ലാത്തതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഉപ്പ് ഒഴിവാക്കി വെക്കണം എന്ന് പറയുന്നത്. ഒരു കാരണവശാലും ഇതിനകത്തേക്ക് ഒന്നും ഇടാതിരിക്കാൻ ശ്രമിക്കുക. ആവി പിടിക്കുന്ന മെഷീനിലേക്ക് ഒന്നും ഇടാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്താലുള്ള ഗുണം എന്താണെന്നല്ലേ, ഒന്ന്, ആവി അടിച്ച് മുഖത്തേക്കുന്ന പൊള്ളൽ ഒഴിവായി കിട്ടും. ഇതുകൊണ്ട് നല്ല രീതിക്ക് സ്റ്റീം ശക്തിയായിട്ട് മുഖത്തേക്ക് അടിക്കും. നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, നല്ല ചൂടാണ്. അപ്പോൾ ഈ ആവി പിടിക്കുമ്പോൾ ഇതുവഴി വരുന്ന സ്റ്റീം നമ്മുടെ മുഖത്തേക്ക് നേരിട്ട് അടിക്കില്ല. നമുക്കൊരു ചൂടൊരു ഇങ്ങനെ ഇവിടുന്ന് പതിയെ ഇങ്ങനെ മുകളിലോട്ട് പോകും. ആ ചീറ്റി വരുന്ന ആ ഒരു ഇത് ഒഴിവാകും. നല്ല വാഷ് ചെയ്ത് ക്ലീനാക്കിയ തുണിയെ എടുക്കാവുള്ളൂ. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്താൽ മതിയാവും. അണുവിമുക്തമാക്കിയ തുണിയാണെന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം ഫംഗസ് എഫക്റ്റ് ഉണ്ടാവരുത് ഒരു കാരണവശാലും. തുണി ഫംഗസ് ആയതോ വാഷ് ചെയ്തിട്ട് കുറേ നാൾക്കാൽ അലമാരിയിലിരുന്നതുമായിട്ടുള്ള ഇതുപോലെ തോർത്തുകളൊന്നും എടുക്കാതിരിക്കുക. തുണികളോ തുവാലയോ ഒന്നും എടുക്കാതിരിക്കുക. നല്ല വാഷ് ചെയ്ത് പെട്ടെന്ന് ഡ്രൈ ആയ തുണികൾ മാത്രം എടുക്കുക. ഇന്നലെ മിനിഞ്ഞാന്നോ കഴുകിയിട്ട തുണികൾ മാത്രം എടുക്കുക. അതാണ് ഏറ്റവും സേഫ്. ആവി പിടിക്കുമ്പോൾ നമ്മുടെ ശരീരം വളരെ സെൻസിറ്റീവായ സാഹചര്യത്തിലൂടെയാണ് നമ്മൾ ആവി പിടിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മൾ ഇതൊരു 2 തുള്ളി ഇങ്ങനെ ഇറ്റിച്ച് കൊടുക്കുക. പിന്നെ ഒന്ന് ഇറ്റിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയി എന്ന് തോന്നുന്ന അത്രയും ആ ഒരു അളവ് വരെ നിങ്ങളിത് പിടിച്ചു കൊടുക്കുക. ശേഷം നിങ്ങൾ ആവി പിടിക്കുക. മൊത്തം കവർ ചെയ്തിട്ട് ആവി പിടിച്ചാൽ നിങ്ങളുടെ മുഖം പൊള്ളാനുള്ള സാധ്യത ഒരിക്കലും ഉണ്ടാകുന്നില്ല. അപ്പോൾ നിങ്ങൾക്കിതിന് ഇത്രയും അടുത്തെങ്കിലും ചെന്നിരുന്ന് നിങ്ങൾക്ക് ആവി പിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഐഡിയ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. കാരണം ഇത് ഒത്തിരി പേർക്ക് ഉപകാരപ്പെടേണ്ടതാണ്. ഇത് പനിയുടെയും അസുഖങ്ങളുടെയും ഒക്കെ കാലഘട്ടമാണ്. എല്ലാവരും സുരക്ഷിതമായിട്ടിരിക്കാൻ ശ്രമിക്കുക. ഒപ്പം ഈ അറിവ് വലുതാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും
ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാനും ഒന്ന് ഷെയർ ചെയ്യാനുമുള്ള മനസ്സ് കാണിക്കുക. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.